വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞാൻ നിങ്ങളോട് എന്ത് പറയണം, എന്ത് അവതരിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ നോട്ടീസ്, ഈ പരിപാടിയുടെ നോട്ടീസ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ എഴുതിയിരിക്കുന്ന യൗവനത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ, യൗവനത്തിന്റെ ചിത്രം വളരെ ചിന്തിപ്പിക്കുന്നതും വാക്കുകളുടെ ഗാംഭീര്യം കൊണ്ടാവാം, അർത്ഥത്തിന്റെ ഗാംഭീര്യം കൊണ്ടാകാം വളരെ ആകർഷിക്കുന്നതുമായി എനിക്ക് തോന്നി. അതിനെപ്പറ്റി തന്നെ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. യൗവനത്തെ, യുവജനങ്ങളെ, യൗവനത്തെ ഒരു കപ്പൽ യാത്രയോടും യുവജനങ്ങളെ കപ്പലിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ കപ്പൽ യാത്ര ദിശ അറിഞ്ഞാണ് യാത്രകൾ. എപ്പോഴും നമുക്കെപ്പോഴും ദിശകളുണ്ട്. യാത്ര തുടങ്ങുന്നത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനല്ലേ? അതോ നമ്മൾ വലിയ എഴുത്തുകാരെ പോലെ അന്തമില്ലാത്ത യാത്രകൾ നയിക്കുന്ന കൂട്ടരാണോ? നമ്മളുടെ ഒട്ടുമിക്ക യാത്രകൾക്കും എന്തുണ്ടാവും? ലക്ഷ്യങ്ങളുണ്ടാവും. ദിശ അറിഞ്ഞു തുടങ്ങി എങ്കിലും നമ്മൾ പോകുന്ന നമ്മുടെ റൂട്ട് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ പോകുന്നത് വികാര തിരകളുള്ള കടലിലൂടെയാണ്. അങ്ങനെ ആ കടലിലൂടെ ഈ കപ്പൽ നീങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? ചില മിസ്സിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തുറമുഖങ്ങൾ അറിയുന്നില്ല. അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഞാൻ ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം. ഒരു പോയം പഠിച്ചാൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇന്റർപ്രറ്റ് ചെയ്യാം. എനിക്ക് എന്റെ വ്യാഖ്യാനം കൊടുക്കാം. കവി ഉദ്ദേശിച്ച വ്യാഖ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമാകാം. തുറമുഖങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് കപ്പലിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ചില, ഒന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ചില സങ്കേതങ്ങൾ. നമ്മുടെ ഈ നിങ്ങളുടെ ഈ കപ്പൽ യാത്രയിൽ തുറമുഖങ്ങൾ നിങ്ങൾ ചിലപ്പോഴെങ്കിലും അറിയുന്നില്ല. ആശ്രയിക്കാവുന്നത് എന്തെന്നൊക്കെ നിങ്ങൾ അറിയാതെ പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സംഭവിക്കുന്നത്, അച്ഛൻ എഴുതിയിരിക്കുന്നു, ഒറ്റപ്പെട്ട ദ്വീപ് ജീവിതങ്ങളെ പറ്റി അറിയുന്നില്ല. നിങ്ങൾ ആരെയൊക്കെ സഹായിക്കണമെന്നോ ആർക്കൊക്കെ നിങ്ങളുടെ സഹായം വേണമെന്നോ ഒക്കെ അറിയാതെ അങ്ങനെ പോകുമ്പോൾ ദിശ തെറ്റും. അങ്ങനെ ദിശ തെറ്റാവുന്ന ഒരു യാത്രയിലൂടെ, ദിശ തെറ്റി എന്നല്ല പറയുന്നത്, ദിശ തെറ്റാവുന്ന ഒരു യാത്രയിലൂടെ മുന്നോട്ട് പറയുകയാണെങ്കിൽ ആ യാത്ര തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 12 വയസ്സായ 10 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമുക്കന്നേരം യാത്രയുടെ പോരായ്മകളെ പറ്റി ഒന്നും പറയണ്ട, എന്താണ് സംഭവം എന്നുള്ളത് പറയാം. എന്നാലും ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയണം. ഇങ്ങനെ ദിശ തെറ്റാനുള്ള കാര്യമൊക്കെ ഉണ്ട്. ദീർഘയാത്രയാണ്, കപ്പൽ യാത്രയാണ്, കടലിലൂടെയാണ് പോകുന്നത്, തുറമുഖങ്ങളുണ്ട്, അറിയാതെ പോകാം. അതുപോലെ തന്നെ കാണേണ്ടവരുണ്ട്, കാണാതെ പോകാം. അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയിലൂടെ നമ്മൾ പോവുകയാണ്. പിന്നെ ഈ യാത്ര പോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാവുന്ന ചില അവസ്ഥകളെ പറ്റി, ചില സാഹചര്യങ്ങളെ പറ്റി പറയുന്നു. മതി വരായികയുടെ ഒരു കാലമാണ്. മതി എന്നുള്ള അർത്ഥം എന്താ? അവിടെ തൃപ്തി ഇല്ലായ്മയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തൃപ്തിക്ക് വേണ്ടി എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി നമ്മൾ വ്യഗ്രതപ്പെടുന്നുണ്ട്. അതിനിടയിൽ ചില ബുദ്ധിശൂന്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ യാത്രകൾ എങ്ങനെയാണെന്ന് നാം പറയുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മതം മതിയെ നിയന്ത്രിക്കണം. മതി എന്ന് പറഞ്ഞാൽ നാനാർത്ഥം. പണ്ട് ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സ് പഠിച്ചിട്ടുണ്ട്. നാനാർത്ഥമുള്ള ഒരു വാക്കാണ് മതി എന്ന് പറഞ്ഞാൽ. തൃപ്തി എന്നും ബുദ്ധി എന്നും അർത്ഥമുണ്ട്. നമ്മളുടെ ബുദ്ധിയെ നിയന്ത്രിക്കേണ്ടത് ദൈവികമായ ഇടപെടലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തറവാട്ടിൽ ഒത്തുകൂടിയപ്പോൾ ഈ യൗവന യാത്രകളുടെ ലക്ഷ്യങ്ങളെ നമുക്ക് പുനർനിർണയിക്കണം. കപ്പൽ ഛേദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. കപ്പൽ ഛേദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ലക്ഷ്യസ്ഥാനത്തെത്തണം. ദിശ ഒരിക്കലും തെറ്റാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ കാലയളവിനെ, നിങ്ങളുടെ പ്രായത്തിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? നമുക്ക് ഒരുമിച്ച്, ഞാൻ പ്രായമൊക്കെ കഴിഞ്ഞു പോയി, 40+ ഒരു രക്ഷയില്ല. നിങ്ങളാ പറയേണ്ടത്. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഞാൻ ദൂരെ നിന്ന് നോക്കിക്കാണും. ഞങ്ങളുടെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വളരെ ഓപ്പൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരേണ്ട സാധിക്കും. യൗവനത്തിന് ചില സാധ്യതകളുണ്ട്. സാധ്യതകളെക്കാൾ ഉപരി ചില വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെ എല്ലാ സാധ്യതകളാക്കി ലക്ഷ്യം സഫലീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ചില ദൈവിക ഇടപെടൽ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്താനായി പോകുന്നത്.
എന്തൊക്കെയാണ് യൗവനത്തിന്റെ സാധ്യതകൾ, വെല്ലുവിളികള്? ഇവിടെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ, വെല്ലുവിളികളെ അതിജീവിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുന്ന ചില ദൈവികമായ ഇടപെടൽ. ഈ സാധ്യതകളെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ ടീച്ചേഴ്സ് പറയുന്നത് യൗവനക്കാർ മുഴുവൻ കുഴപ്പം പിടിച്ചവരാണ്. എനിക്കറിയത്തില്ല എന്താ. അതിനു മുമ്പ് എന്റെ പേരൻസ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നും യുവജന പ്രസ്ഥാനങ്ങളും സഭയുടെ അല്ലാതെ വിവിധ യുവജന സംഘടനകളും ഉണ്ടാവാം. അന്ന് അവരും പറഞ്ഞിരിക്കും കുഴപ്പം പിടിച്ചവരാണ്. മൊത്തത്തിൽ കുഴപ്പം പിടിച്ചവരാണോ? അല്ലേ? നല്ല കോൺഫിഡൻസ്, ഐ ലവ് ഇറ്റ്. നല്ല കോൺഫിഡൻസ്, കുഴപ്പം പിടിച്ചവരൊന്നും അല്ല. നമ്മൾക്ക് ചുറ്റുമുള്ള ജീവിതത്തിന് എന്താ കുഴപ്പം വന്നിരിക്കും? നമ്മളായിരിക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം, വ്യക്തികൾ ആസ് എ ഹോൾ, ഇൻഡിവിജ്വൽസ് ആസ് എ ഹോൾ നമുക്ക് നോക്കാം. ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന, നിങ്ങളുടെ പേരൻസിന്റെ സ്ഥാനത്ത്, ഓക്കെ, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് നിർത്തുക എന്നെ. ഓക്കെ, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ, ഗ്രാൻഡ് പേരൻസ്, ഇങ്ങനെ ഓരോ നമുക്ക് ഓരോ ലെവൽ നോക്കാം. വ്യക്തികളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നിലേക്ക് മാത്രം ഒന്ന് നോക്കി, തന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നത്. എങ്ങനെ നിൽക്കുന്ന? എന്താ? സെൽഫി. അങ്ങനെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് കൂടുതലും ഉള്ളത്. അവർക്ക് എന്താ പറ്റുന്നത്? അവര് മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊന്നും അടിച്ചാക്ഷേപിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്. മാധ്യമങ്ങൾ വല്ലാതെ സ്വാധീനിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സെൽഫി വ്യക്തിത്വങ്ങൾ ഉള്ള ഒരു സമൂഹമാണ്. വ്യക്തികളെല്ലാം സെൽഫി വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം. ഈ സെൽഫി വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രത്യേകത എന്താ? അവരെല്ലാം കൂടെ ചേരുമ്പോൾ എന്ത് പറ്റും? ഒരു സെൽഫി എന്തുണ്ടാവും? വ്യക്തികൾ ചേർന്ന് എന്താ ഉണ്ടാകുന്നത്? നിങ്ങൾ പറഞ്ഞേ, വ്യക്തികൾ ചേർന്ന് എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രണ്ട് സഹോദരങ്ങളുണ്ട്, അപ്പൻ അമ്മയുണ്ട്, എന്താ ഉണ്ടാകുന്നത്? വ്യക്തികൾ ചേരുമ്പോൾ തീർച്ചയായും കുടുംബങ്ങൾ ഉണ്ടാകും. സെൽഫി കുടുംബങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണ്? ശിഥിലീകരണത്തിന്റെ പാതയിലാണ്. അവരവരുടെ, ഞാൻ എന്താ വ്യക്തിയുടെ പ്രത്യേകത എന്താ പറഞ്ഞ? അവരവരുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന, ഏറെക്കുറെ, പൂർണ്ണമായും അല്ല കേട്ടോ, ഏറെക്കുറെ അവരവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന, അവരവരിലേക്ക് നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാകുമ്പോൾ അവര് ചേരുന്ന ഒരു കുടുംബത്തിൽ ശിഥിലീകരണം, ഡിസിന്റഗ്രേഷൻ ഉണ്ടാവാം. എങ്ങനെ? ഞാൻ എന്റെ കാര്യം മാത്രം നോക്കുക, എനിക്കിന്ന് ഇഡലി വേണം, അതിലപ്പുറത്തിരിക്കുന്ന പറയാം എനിക്കിന്ന്, അനിയൻ പറയാം എനിക്കിന്ന് ചപ്പാത്തി വേണം, അമ്മ പറയുന്നത് രണ്ടും നടക്കത്തില്ല, പാലപ്പത്തിന്റെ മാവ് ഇന്നലത്തെ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എന്നാ നടക്കുന്ന? മൊത്തത്തില് നല്ല ഹാർമണി ആയിരിക്കും അല്ലേ? എന്തുണ്ടാവും? ശിഥിലീകരണം ഉണ്ടാവും. അതിൽ ശിഥിലീകരിക്കപ്പെട്ട കുടുംബം. ഇനി നമുക്ക് നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ്, നിങ്ങളുടെ പേരൻസിന്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? നീ എന്നൊന്ന് ചോദിക്കണേ. അമ്മേ, അപ്പ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലത്ത്? എങ്ങനെയായിരുന്നു? അപ്പച്ചന് ജോലി ഉണ്ടായിരുന്നു, അമ്മച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം. ചിലപ്പോൾ ജോലി ഉണ്ടാവും, ജോലി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ആയിട്ടുള്ളൂ, ഗ്രാൻഡ് ഫാദേഴ്സിന് ജോലിയില്ല. പക്ഷെ അന്ന് കാലത്ത് അവർ ജീവിച്ചില്ലേ? ജീവിച്ചോ? തീർച്ചയായിട്ടും ജീവിച്ചിട്ടുണ്ടാവും. കാര്യം എന്റെ പപ്പ അച്ഛനാ, എന്റെ അമ്മ ടീച്ചറാ. അവരത്രയും ആ നിലയിലെത്തി, അവരത്രയും പഠിപ്പിച്ചു, അവരാ നിലയിലെത്തി. അങ്ങനെ അവരെ ആ നിലയിലാക്കുവാനുള്ള ഒരു സാമർഥ്യം, ഒരു മിടുക്ക്, ഒരു സ്മാർട്ട്നെസ് ഗ്രാൻഡ് പേരൻസിന് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് മിടുക്കിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു, എങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായിരുന്നു ആ തലമുറയിൽ മിടുക്കിന്റെ അടിസ്ഥാനം. ആയിരുന്നല്ലോ. നിങ്ങളുടെ പേരൻസിന്റെ അല്ലെ എന്റെ ഒക്കെ തലമുറയിൽ വന്നപ്പോൾ മിടുക്കിന്റെ അടിസ്ഥാനം എന്തായി മാറിയെന്ന് അറിയാമോ? വിദ്യാഭ്യാസ യോഗ്യത. നന്നായിട്ട് പഠിച്ചു, നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു. പക്ഷെ പേരൻസിന് കിട്ടിയ ചില ഗുണങ്ങളാണ്, വീട്ടിലെ പണികളൊക്കെ അത്യാവശ്യം ചെയ്യാനറിയാം. അത് നമ്മളുടെ മിടുക്കിന്റെ യോഗ്യതയായി മാറി. പക്ഷെ നിങ്ങളുടെ തലമുറയിലേക്ക് വരുമ്പോൾ, അല്ലെ നിങ്ങളുടെ ചേട്ടന്മാരും ഇടാണ്ടിരിക്കുന്ന പോലെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരുടെ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടായിരുന്ന നമുക്ക് ഇച്ചിരി നന്നായിട്ട് പറയാം. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്ന അറിയാം? ഒരു പ്രത്യേക സാധനം ഇപ്പം വേണം, ലൈഫ് സ്കിൽസ്. ഞങ്ങളുടെ സ്കൂളിലോ, ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, സ്കൂളിലൊക്കെ ക്ലാസ് നടക്കുക. ലൈഫ് സ്കിൽസ്. ജീവിക്കാൻ എന്നാ കഴിയുക വേണ്ട? ഈ പക്ഷിക്ക് എല്ലാം കഴിവുണ്ടായിട്ടാണ് ജീവിക്കുന്നത്. അതെന്താണ്? പ്രകൃത്യ
സ്വതസിദ്ധമായി നമ്മൾക്കുള്ള ചില കഴിവുകളാണ് എന്ത്? ലൈഫ് സ്കിൽസ്. മറ്റുള്ളവരോട് പെരുമാറേണ്ട എങ്ങനെ, വീട്ടിൽ എങ്ങനെയാവണം, ജോലി സ്ഥലത്ത് എങ്ങനെയാവണം, ജോലി ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് സ്വതസിദ്ധമായ കഴിവുകളാണ്. പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കുന്ന പുതിയൊരു തലമുറ. പറഞ്ഞല്ലോ, കാര്യങ്ങൾ ജീവിതം മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോയിരുന്ന പഴയ തലമുറ, വിദ്യാഭ്യാസ യോഗ്യത ഏറ്റവും വലുത് എന്ന് കണ്ടിരുന്ന നമ്മുടെ തൊട്ടുമുമ്പുള്ള തലമുറ, ലൈഫ് സ്കിൽസ് ഇത് കൂടാതെ പഠിച്ചെടുക്കേണ്ട ഒന്ന് എന്ന് കരുതുന്ന ഇപ്പോഴത്തെ തലമുറ. അന്നേരം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് തീർന്നിരിക്കും. അതാണ് ശിഥിലീകരണം എന്ന് പറഞ്ഞത്. ശിഥിലീകരണം ഒന്നും പൂർണ്ണമായി നടക്കുന്നില്ല. നല്ല ലൈഫ് സ്കിൽസ് ഉള്ള ക്രിസ്തീയതയുള്ള കുടുംബങ്ങൾ അനേകമുണ്ട്. അവിടെ നിന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളൊക്കെ. അല്ലെ ഇവിടെ വന്നിരിക്കത്തില്ല. പൂജ, ഹോളിഡേസ്, 5 days സ്കൂൾ, മണാലി ട്രിപ്പൊക്കെ പോയാലും അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞ് നന്നായി മുന്നോട്ട് നീങ്ങണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുടുംബ വ്യവസ്ഥിതികളുള്ള സമൂഹം എങ്ങനെയായിരിക്കും? സമൂഹത്തിന് എന്ത് ഉണ്ടാവും? ഒരു പുതിയ ജീവിത ശൈലി ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആരായിരുന്നു പരിഹരിക്കുന്നതെന്നറിയാം. അതും ചോദിച്ചു നോക്കണം. ഒരു കാലത്ത് പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഭരണാധികാരികളോട് വല്ലതും പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പ്രശ്നം ഉണ്ടായാൽ കേരളത്തിലെ പ്രമുഖ ചാനലുകളാണ് അത് നിയന്ത്രിക്കുന്നത്. കുടിയല്ല ജീവിതം. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇത് പറയും. നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ലോക്കൽ കുടിയന്മാരെയൊക്കെ നമ്മൾ കാണുന്നില്ലേ? അവരുടെ താളത്തിലുള്ള പോക്കും താളമില്ലാതെയുള്ള കിടപ്പും മൊത്തം താളം തെറ്റിയ ജീവിതമൊക്കെ നമുക്കറിയാം അല്ലേ? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അതിനൊരു പുതിയ നിറവും പുതിയ അവതരണ ശൈലിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലായി. അതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിന്റെ ഒരു സമൂഹത്തിന്റെ പുരോഗമനം നിയന്ത്രിക്കുകയും അതിന്റെ വേഗത കൂട്ടുകയും നിർണ്ണയിക്കുകയും എല്ലാം ചെയ്യുന്ന ആരാണ്? മാധ്യമങ്ങളാണ്. അന്നേരം സെൽഫി വ്യക്തിത്വങ്ങൾ ചേർന്ന് ശിഥിലീകരിക്കപ്പെടാവുന്ന സാധ്യതയുള്ള കുടുംബങ്ങൾ, ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ചാനലുകളൊക്കെ ഉൾപ്പെട്ട സമൂഹം, ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ രീതി. അങ്ങനെയൊക്കെ അതൊക്കെ നിൽക്കട്ടെ, ഇതൊക്കെ നെഗറ്റീവാണ്. ആസ് എ ടീച്ചർ ഐ എം നോട്ട് സപ്പോസ് ടു സേ അബൌട്ട് നെഗറ്റീവ്സ്. ഒരു ടീച്ചർ എന്ന നിലയിൽ നെഗറ്റീവ്സിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കേണ്ടത്. നിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ആരെങ്കിലും പറയുന്നതിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ പ്രധാനമായ കാര്യത്തിലേക്ക്, നിങ്ങളുടെ കഴിവുകളിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇനി നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ പ്ലസ് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? എല്ലാവരും പറയാണ്ട് കുഴപ്പമാണ്. നിങ്ങൾക്ക് ഗുണങ്ങളില്ലേ? ഗുണങ്ങളുണ്ടോ? ഉണ്ട്. എന്തൊക്കെ ഗുണങ്ങളുണ്ട് പറഞ്ഞേ? എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും? എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ബുക്കുമേനൊക്കെ വേദോത്സവ കയ്യിലുണ്ടല്ലോ. ഞാൻ നോട്ടീസ് പ്രത്യേകം കണ്ടത് വേദോത്സവം ബെഡ്ഷീറ്റും കൊണ്ടുവരേണ്ടതാണെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടത്. വേദോത്സവം ഇല്ലാണോ വന്നേക്കുന്നത്? വേദോത്സവം റൂം വെച്ചു. എന്തോ പറയാനാ? വേദോത്സവമായി നടക്കാവൂ. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുമ്പോൾ ടീച്ചറിന് ഇപ്പൊ വേദോത്സവം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ലെങ്കിൽ ടീച്ചറിന്റെ എന്തിന്റെ അടിസ്ഥാനം എന്താണ്? വേദോത്സവം. ടീച്ചർ വേദോത്സവം കൈക്കരുതിയിരിക്കും. ഒരു കാരണവശാലും ഒരു ക്ലാസ്സിന് മുമ്പ് ഞാൻ വേദോത്സവം ഇല്ലാതെ പോകാറില്ല, കാണിക്കാനല്ല. ഇതാണ് നമ്മുടെ എന്താ പാതയ്ക്ക് ദീപവും വഴിക്ക് പ്രകാശവും ഒക്കെ ആയിരിക്കുന്നത് വചനമാണ്. വേദോത്സവമായി ഇനി ക്ലാസ്സുകൾക്ക് വരുമ്പോൾ വരാം കേട്ടോ. Take it as a prestige, privilege, pleasure to have Bible with you always. കേട്ടോ, അങ്ങനെ ഈ ക്ലാസ്സുകൾക്ക് വരാവും. അതുകൊണ്ട് നിങ്ങളുടെ സാധ്യതകളെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് വല്ല സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സാധ്യത ഇല്ലാതാവുമല്ലോ. നിങ്ങൾക്ക് സാധ്യതയൊന്നും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. ഒരു സാധ്യതയില്ലേ നിങ്ങൾക്ക്? എന്നാ ഞാൻ പറയാം. നമ്മളുടെ സമൂഹത്തിൽ കഴിഞ്ഞ വർഷം വരെ ജീവിച്ചിരുന്ന വൃദ്ധനാണെങ്കിലും ഒരു ചെറുപ്പക്കാരനായി മരിച്ച, ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ ആയിരുന്ന, എപ്പോഴും അവരോട് സംവദിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാ? മോന്റെ പേരെന്താ? പറഞ്ഞല്ലോ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അവർ ഫോമർ പ്രസിഡന്റ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുഴപ്പക്കാരാണെന്ന്?
ഉണ്ടോ? നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം നിങ്ങളിങ്ങനെ പറഞ്ഞു, സ്വപ്നം കണ്ടോ, നമ്മൾ എത്തിച്ചേരും, എപ്പോഴേലും എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ആര്? ഡോക്ടർ കലാം. ഡോക്ടർ കലാമാണ് ഈ യുവജനങ്ങൾക്കും യുവജനങ്ങളുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾക്കും ഏറ്റവും അധികം പ്രാധാന്യം നൽകി ഏറ്റവും ഭംഗിയായി സംസാരിച്ചതാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? യുവജനങ്ങളെ പറ്റി, യുവജനങ്ങളുടെ സാധ്യതകളെ പറ്റി അദ്ദേഹം കൊടുത്ത ഡെഫിനിഷനാണ് ഞാൻ യുവജനങ്ങൾ കൊടുത്ത ഏറ്റവും നല്ല ഡെഫിനിഷനായിട്ട് കരുതുന്നത്. ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബവ് ദ എർത്ത്. ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ഓൺ എർത്ത്. ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ഓൺ എർത്ത് എന്നൊന്നും പറയണ്ട. എന്താ പറഞ്ഞേ? കൊച്ചു ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എന്തുവാ ഏറ്റവും വലിയ റിസോഴ്സ്? എന്താ? ഹ്യൂമൻ റിസോഴ്സ് അല്ല. ഏറ്റവും കൂടുതൽ എനർജി ചെയ്യുന്ന ഏത് റിസോഴ്സ് ആണെന്നാ സയൻസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്? സൺ, സൂര്യനാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും അറിയാൻ മേലാത്ത ആളാണോ ഡോക്ടർ കലാം? ഡോക്ടർ കലാം ആരാ? ഈ സ്പേസിനെ പറ്റിയൊക്കെ പഠിച്ചിരിക്കുന്ന വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു അല്ലേ? അദ്ദേഹം പറയാണ് ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ youth is the most powerful what resource on the earth, under the earth and above the earth. അതാണ് നിങ്ങളുടെ സാധ്യത. ജ്വലിക്കുന്ന യുവ മനസ്സുകളാണ് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ തന്നെ പറഞ്ഞു. നമുക്ക് ഇച്ചിരി പൊക്കി സ്വയം പൊക്കി പറയാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തികൾ എന്ന് പറയുന്നത് ജ്വലിക്കുന്ന യുവ മനസ്സുകളാണ്. അന്നേരം ഈ ജ്വലിച്ച് നിൽക്കണമെങ്കിൽ ചില ഗുണങ്ങളൊക്കെ വേണം. ജ്വലിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. വിശ്വസിക്കോ? ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ചില ഗുണങ്ങൾ വേണം. എന്തൊക്കെയാ വേണ്ടത്? എന്നാൽ രാത്രി ഉറങ്ങാത്ത ഒത്തിരി പേരുണ്ട്, ഭയങ്കരമായിട്ട് ആവണം. ജ്വലിക്കണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം? നിങ്ങളുടെ സാധ്യതകൾ പറഞ്ഞേ. നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നല്ല ശക്തി ഇല്ലേ? ഉണ്ടോ? രാവിലെ ഒന്നും കഴിച്ചില്ല, ബുധനാഴ്ച ഉപവാസം തന്നില്ലേ? ഒന്നും തന്നില്ലേ? ശക്തിയുണ്ട്. ഉണ്ടോ? ശക്തി എന്ന് പറഞ്ഞ നാണക്കേടാട്ടോ. ശക്തിയുണ്ട്. അറിവുണ്ടോ? ഉണ്ട്. ഗുഡ്. പിന്നെ നിരന്തരമായ ബൗദ്ധിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കരാട്ടയ്ക്ക് പോകുന്നുണ്ടോ? കഷ്ടായിരുന്നു. ജിമ്മിൽ പോകുന്നുണ്ടോ? എന്തോ പറ്റിയോ? അതും കഴിഞ്ഞ സയൻസ് ഹീറോയാണോ? ഭൗതിക പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഓർമ്മ ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവല്ലായി മുദ്രാസനക്കാരി കേട്ടോ, തിരുവല്ലായിന്നാ വരുന്നത്. ഭൗതിക പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കളിപ്പിക്കാനൊക്കെ പഠിക്കാൻ പോകും പിള്ളേർ, കൊച്ചു പിള്ളേർ. അത് ഓഫീസിൽ പോകും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതുപോലെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അതറിയാം. വർഷത്തിലൊരിക്കലും തറവാട്ടിൽ എത്താറുണ്ടോ? ഉണ്ട്. ഭൗതിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചില ആശയ രൂപീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് ഏതായാലും ഒരാളെങ്കിലും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ ഒരാൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക്, എനിക്ക് പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രത്യേകത? ശക്തിയുണ്ട്. പിന്നെന്തുണ്ട്? ബുദ്ധിയുണ്ട്. അതൊക്കെ ഉണ്ട്. അതാ ഭൗതിക പ്രവർത്തനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് നല്ല വേഗതയുണ്ട്. അല്ലെ? വേഗത ഇഷ്ടപ്പെടുന്നവരല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്ക് അതൊക്കെയാണെന്ന് ചോദിക്കാമേ. അന്നേരം പറയും. അന്നേരം വേഗതയുണ്ട്, ബുദ്ധിയുണ്ട്, ആശയ രൂപീകരണമുണ്ട്. ഇനി ഈ ശക്തി എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യുവജനങ്ങൾക്ക്, കോട്ടയം മദ്രാസിന്റെ യുവജനങ്ങൾക്കോ ഓർത്തഡോക്സ് സഭയിലെ OCY അംഗങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമുള്ളതല്ല. മനുഷ്യ ചരിത്രം തുടങ്ങിയ കാലം മുതൽ യുവജനങ്ങൾക്ക് പൊതുവായി ഉള്ള ചില ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്, സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. ശക്തി. എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല. കാര്യം ഇപ്പൊ 9 മണി മുതൽ 4:45 വരെ സ്കൂളിലാണ്. ഞാൻ നേരെ ചങ്ങനാശ്ശേരി ബസ് കയറി എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങും. കാര്യം ഒരു സ്റ്റോപ്പ് എവിടെയും കയറി കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോലുള്ള ആർക്കും ഉണ്ടാവുകയില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പോയി 16 വർഷമായി ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞു. ശക്തി ഒരു രക്ഷയില്ല. കൊച്ചു പിള്ളേർക്ക് ശക്തി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? തീരെ കുഞ്ഞ് പിള്ളേർ പ്ലേ ക്ലാസ്സിൽ പോകുന്നത് അങ്ങനെ വലിയ ശക്തി പറയും. പിന്നെ ആർക്കാ ശക്തി ഉള്ളത്? ആരാണ്? ഏതാണ്? എവിടെയാണെന്ന് ചോദിക്കുന്നത് ആരാ? അത് നിങ്ങൾ മാത്രം. നല്ല ശക്തി
ശക്തിയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. ഈ ശക്തി നിങ്ങൾ എന്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്? കായികക്ഷമത ഉണ്ടാവണം, പിന്നെ ബുദ്ധിയുടെ തെളിമയുണ്ടാവണം, മനസ്സിന് കരുത്തുണ്ടാവണം. ഇതൊക്കെ ശരിയായ രീതിയിൽ നിർവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീരും. അതാണ് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങളുടെ സ്വത്തും സമ്പത്തും നിങ്ങൾ വാഴുന്നതും ഒക്കെ എന്തിനാണ്? ശക്തിയിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, യുവജനങ്ങളുടെ ഏറ്റവും വലിയ സാധ്യത അവരുടെ ശക്തിയാണ്. ദൈവാശ്രയ ബോധത്തോടുകൂടി അവർ ഈ ശക്തി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നല്ല നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷെ നിങ്ങളുടെ ശക്തിയെ പറ്റി നിങ്ങൾക്ക് തന്നെ അറിയാം. ആ പുറകിലിരിക്കുന്ന മഞ്ഞ ഷർട്ടിട്ട മോനെ അവന്റെ ശക്തിയെ പറ്റി ഒന്നും അറിയത്തില്ല. എന്താ പേര്? ജിയോ. ജിയോ മോന്റെ ആ ശക്തി ഇച്ചിരി നല്ലതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉണ്ടാവില്ലേ? ഓക്കെ, വർത്താനം പറയാനൊരു അവസരം ഞാൻ കൊടുത്തോണ്ട്. ഈ ശക്തിയുള്ള അനേക കഥാപാത്രങ്ങൾ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഹനുമാൻ അല്ലേ? നിപ്പ് കണ്ടിട്ടൊക്കെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആരെയല്ല പറഞ്ഞത്. നല്ല ശക്തിയുള്ള വായുപുത്രനായ ഹനുമാൻ. പക്ഷെ ഹനുമാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ അതേ കുഴപ്പം കേട്ടോ. എന്താണെന്നറിയാമോ? ഹനുമാൻ എന്ന് പറയുന്ന ഈ ദൈവിക ഗുണമുള്ള ആ ഒരു ശ്രീരാമ ഭക്തനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നീ മിടുക്കനാണ്, നിന്നെ പോലെ മിടുക്കൻ ആരുമില്ല. യുവജനങ്ങളുടെ ഈ സാധ്യതകൾക്കിടയിൽ ഒരു പ്രശ്നം എന്താണ്? അവരവരുടെ ശക്തി മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങൾ ശക്തിയുള്ളവരാണ്, ശ്രദ്ധിക്കാൻ കഴിവുള്ളവരാണ്, ബുദ്ധിക്ക് നല്ല തെളിമയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിന് നല്ല കരുത്തുണ്ട്. എല്ലാം ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സാധ്യതയാണ്. അതിനുള്ളിൽ ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ്? ശക്തിയെ പറ്റി മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇല്ലാതെ പോകും. രണ്ടാമതായി നിങ്ങളുടെ ഗുണം എന്താ പറഞ്ഞത്? എന്താ? അറിവ്. അറിവുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം? എന്തൊക്കെയാ അറിവുള്ളത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 6ാം ക്ലാസ്സിലെ കരിക്കുലം അനുസരിച്ചുള്ള അറിവുണ്ട് അല്ലെ? 8ാം ക്ലാസ്സിൽ. അത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ അറിവെന്ന് പറയുന്നത് എന്താ? പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് മാത്രമാണോ? പിന്നെ ഇഷ്ടം പോലെ അറിവുണ്ട്. അത് മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്നു ഇഷ്ടം പോലെ അറിവുണ്ട്. എന്തൊക്കെ അറിവുകളാണ് ഉള്ളത്? എന്തൊക്കെ അറിവുണ്ട്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ മൊബൈൽ അനുവദനീയം അല്ലല്ലേ? അല്ല, ഇവിടെ അറിവിന്റെ എന്തോ ആയിരുന്നേനെ, അറിവിങ്ങനെ വിരൽത്തുമ്പിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരുന്നേ. എന്നൊരു ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകളുണ്ട്. നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അറിവുണ്ട്. ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് ബലമല്ലേ? യുവാക്കളുടെ ബലമാണോ? നിങ്ങൾക്ക് ലഭിക്കുന്ന ഒത്തിരി ഏറെ അറിവുകളുണ്ട്. ഈ അറിവുകളെ എല്ലാം നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം? സെൽഫി ആയിട്ടല്ല പ്രയോജനപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ സമൂഹത്തിനും നിങ്ങളായിരിക്കുന്ന ഇടത്തിനും പൊതുവായി ആ അറിവുകളെ ഉപയോഗിക്കാനായിട്ട് പറ്റണം. പിന്നെ ഏറ്റവും അധികം ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലമായിട്ട് ആണോ ഇന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ കാലയളവ്. ഉദാഹരണം പറയട്ടെ, ഇന്നലെ ഞാൻ എറണാകുളത്ത് പോയി കേട്ടോ. ചങ്ങനാശ്ശേരി ചെന്നപ്പോ 2 തിയേറ്ററിന്റെ അവിടെ ഭയങ്കര ഇടി. പിന്നെ ഞാൻ എന്റെ മക്കളോട് ചോദിച്ചു, എന്നാ കാര്യം? പുലിമുരുകൻ. പോട്ടെ, അവിടെ നിന്ന് വിട്ടു. മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നു. ആകെ ഗംഭീരം. എന്തൊക്കെ മോഹൻലാലിന്റെ പടമാണ്. മോഹൻലാൽ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ കാലത്തെ ആരായിരുന്നു? സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു. ഞങ്ങളുടെ, അതായത് ഞാൻ പറഞ്ഞു 40+ ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നായകന്മാരാണല്ലോ. എനിക്ക് വലിയ സിനിമാ പരിചയമൊന്നും ഇല്ല. എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. അവിടുന്ന് അങ്ങോട്ട് പോയി ചേർത്തല ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്ക്. ഞാൻ ഇതെന്താ പിള്ളേര് വന്നു, പുലിമുരുകൻ. അവിടുന്ന് അങ്ങോട്ട് ചെന്നു. എന്നാ ലുലുവിലൊന്ന് കയറിയേക്കാം, വേറെ എവിടെ പോകാൻ? അവിടെ എല്ലാ ഹോളിഡേ ഡെസ്റ്റിനേഷനും ഏതാണ്? ലുലു. അവിടെ ചെന്നപ്പോ അവിടെ കേറാൻ മേല, അവിടെ മുഴുവൻ ബ്ലോക്കാ. കാര്യം എന്താണ്? PVR മുഴുവൻ പുലിമുരുകൻ. അവിടെ നിന്നപ്പോട്ടെ അടുത്ത മോളിന്റെ അടുത്ത് വന്ന് സിറ്റി പോലീസ്, അവിടെ പുലിമുരുകൻ. ഞാൻ എന്തൊരു സോക്കേടാണ് ഈ മനുഷ്യർക്കല്ലേ ഇത്ര പ്രായമായ മോഹൻലാലിനെ കാണാനായിട്ട്. ഒരു പെട്ടെന്ന് ആലോചിച്ചപ്പോ എനിക്കൊരു
കൊച്ചുങ്ങളോട് ഞാൻ ചോദിച്ചു എന്നാ ഈ സിനിമയുടെ പ്രത്യേകത. ഒരുത്തി പറഞ്ഞു അമ്മ അതിനകത്ത് ഭയങ്കര സ്റ്റണ്ടാ. ഒരു കൊച്ചൻ പറഞ്ഞു അമ്മ ഭയങ്കര രസമാണെന്ന് പറയുന്നത്. കണ്ടൊന്നുമില്ല കേട്ടോ, സിനിമ കാണുന്നൊരു പതിവുമില്ല, എന്തായാലും വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട്. ഒരു അവസാനം ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല സ്റ്റാൻഡാണ്, കുറേ കാലം മുമ്പേ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്, വേറൊരു ബാനറാണ്. എങ്കിലും ആരാണ് അഭിനയിക്കുന്നത്? മോഹൻലാൽ. ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് ഞാൻ സ്കൂളിൽ ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ സ്കൂളിലെ മക്കൾ പറഞ്ഞു നാളെ ഞങ്ങൾ വരത്തില്ല, കബാലി റിലീസ്. ഞാൻ കബാലി ഇച്ചോൺ അന്നേരം റിലീസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കബാലി വാട്ട് ഈസ് ഇറ്റ് ചോദിച്ചപ്പോൾ അവരോട് ടീച്ചറൊന്നും അറിയുന്നില്ല. രജനീകാന്തിനും ഞാൻ ആ മനുഷ്യൻ എന്തൊരു പ്രായമുണ്ട്, എന്തിനാ ഈ മനുഷ്യനെ കാണാൻ പോകുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് കാണാൻ പോയേ? ആയ കാലത്ത് ശരിയായ ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടത്തി തിളങ്ങി നിന്ന 2 വ്യക്തിത്വങ്ങളാണ്. ആണോ? എന്ന് അവരുടെ യൗവന കാലത്ത് അവരവരുടെ കഴിവ് തെളിയിച്ച് ഏറ്റവും മികച്ച അഭിനേതാക്കളായി മാറി. അതാണ് അവരിന്നും തിളങ്ങി നിൽക്കുന്നതിന് കാരണം. അന്നേരം യുവജനങ്ങൾ മോശമാണ്. നിങ്ങളുടെ യൗവന കാലത്ത് നിങ്ങൾ നേടുന്നതേ ഉണ്ടാവുള്ളൂ മുന്നോട്ട്. അതിന് നിങ്ങൾ പ്രായമായവരുടെ അനുഭവ സമ്പത്ത് നിങ്ങൾ മാത്രമാണ് തെളിഞ്ഞ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കുഞ്ഞു പിള്ളേർക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രായമായവർക്ക് എത്ര പഠിപ്പിച്ചു കൊടുത്താലും എന്താണ് അനുഭവ സമ്പത്തും അവരെ നയിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മിശ്ര രൂപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചതും അനുഭവങ്ങളും എല്ലാം ഒത്തുചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ തനതായ ഒരു ശൈലി രൂപീകരിക്കാൻ പറ്റുന്ന പ്രായമാണ് ഏത്? ഈ കാലയളവ്. അതിന് ഏറ്റവും കൂടുതൽ ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടക്കേണ്ടതും, ബൗദ്ധിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ മാത്സിലെ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിന് ഏറ്റവും നല്ല റാങ്ക് കിട്ടും നീറ്റ്, പിന്നെ ഏതാ നമ്മുടെ IIT, അതുമല്ല ഐസർ. ഇതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഏത് പ്രവർത്തനങ്ങളിൽ അഭിനയമാണോ അതിൽ ഏറ്റവും മികച്ചതായി, സംഘടന പാഠവുമാണോ അതിൽ ഏറ്റവും മികച്ചതായി നിൽക്കുന്നതാണ് എന്ത്? ബൗദ്ധിക പ്രവർത്തനം. അതിന് ഏറ്റവും അധികം പറ്റുന്ന പ്രായം ഏതാണ്? ഏതാ 40+? ഏത് യൗവനകാലം നിങ്ങളുടെ ബലമാണോ, നിങ്ങളുടെ സാധ്യതയാണോ? തീർച്ചയായിട്ടുമാണ്. ഇനി അടുത്തതായി ഉള്ളത് വേഗത. നിങ്ങളുടെ വാക്ക് തന്നെ എന്താണ്? അമ്മയ്ക്കൊട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മയുടെ ഈ നാൾക്ക് തീരെ പിടിക്കുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് ഭയങ്കര സ്പീഡല്ലേ? ബൈക്കിൽ പോകുന്നതാണ്, ഓരോരുത്തർ പോകുന്നതാണ്. ഞാൻ പിടിച്ചില്ല, കർത്താവേ അവനെ കാത്തോടെ എന്ന് പറയും. ആണല്ലോ? നിങ്ങളാണ് എന്ത് പറയും? വാവ്, ഗ്രേറ്റ്, വണ്ടർഫുൾ എന്ന് പറയും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. വീട്ടിലിരിക്കുന്ന 6ാം ക്ലാസ്സായാലും കൊച്ചൻ എപ്പോൾ ഈ ബൈക്ക് വാങ്ങിക്കണമെന്ന് പറയുമെന്ന് ഓർത്ത് അവന് 18 വയസ്സാകുന്നുണ്ടെങ്കിൽ അവൻ ഈ ബൈക്ക് വാങ്ങിക്കണമല്ലോ എന്ന് പറയുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്ത് രസമാണ്, ഇന്നലെ അത് സംഭവിച്ചു. ഏതാ ഒരു ബൈക്ക്? ഹാർലി ഡേവിഡ്സൺ. ഷോറൂമിന് വാതിൽക്കൂടെ പോയപ്പോൾ എൻ്റെ മകൻ പറയാം, അപ്പ നമുക്ക് അവിടെ പോവാം. അപ്പ ഞാൻ വരത്തില്ല. 16 ലക്ഷം രൂപയുടെ ബൈക്ക്. 5 കൊല്ലം നിങ്ങൾ അങ്ങനെ ഒന്നും എന്നെ പറ്റി തെറ്റിദ്ധരിക്കല്ലേ. ഞാനൊരു ഭാവം പിടിച്ച ഒരു അധ്യാപികയാണ്. ഞാൻ ഹാർലി ഡേവിഡ്സൺ, ഹൂ ഈസ് ഹി? ഞാൻ പറഞ്ഞു ഹാർലി. അവൻ്റെ മകൻ പറഞ്ഞു, അമ്മ ഹാർലി അല്ല ഹാർലി. ഇന്ന് രാവിലെ ചോദിച്ചാ പറഞ്ഞു, അത്രയ്ക്ക് അറിവാണ് എനിക്ക്. ഞാൻ ചോദിച്ചാൽ എന്നാ പവർ, ഭയങ്കര പവർ. വഴിയിലൂടെ പോകാൻ ഇത്ര പവർ വേണം. ഞാൻ വഴിയിലൂടെ പോകാൻ ഇത്ര പവർ വേണം. അമ്മയ്ക്ക് എല്ലാം അറിയാം. എർട്ടിഗയുടെ പവർ തന്നെ, ഇന്നോവയുടെ പവർ തന്നെ, അമ്മയ്ക്ക് വല്ലതും അറിയാവോ? വേഗത, ഈ പവർ, അതാണ് നിങ്ങളുടെ കാലത്തെ നിർണയിക്കുന്നത്. നിങ്ങളുടെ കാലത്തെ നിങ്ങൾക്ക് അളവുകോലായി വെച്ചിരിക്കുന്നത് വേഗതയാണ്. ആ വേഗത എന്തിനൊക്കെ ആവാം? കേൾക്കാനാവാം, കേൾക്കാതിരിക്കാനാവാം, പ്രവർത്തിക്കാനാവാം, പ്രവർത്തിക്കാതിരിക്കാനാവാം. പക്ഷേ ആ വേഗതയും തീർച്ചയായും എന്തിനായി നിങ്ങൾ ഉപയോഗിക്കണം? സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട്. എക്സാമ്പിൾ പറയാം കേട്ടോ. വെള്ളിയാഴ്ച ദിവസം പരുമല പോകുന്നൊരു പതിവ് പരുമലയ്ക്ക് അടുത്തായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരില്ല. വെള്ളിയാഴ്ച 9:45 ഒരു ദിവസം പരുമല പള്ളിയിൽ തിരിച്ചു വരുമ്പോൾ ആലന്തുരുത്തി ചന്തയിലായിരുന്നു. എന്തോ ഒരു സംതിങ് ഡിഫറെന്റ് അവിടെ തോന്നി. നോക്കിയപ്പോൾ ഒരു സ്കൂട്ടർ, ഒരു ആക്സിഡന്റ് നടന്ന് കിടക്കുക, ഒരാളും അതിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഹൊറേഗലു, ഹെൽപ്പിംഗ് അതേഴ്സ്, ഇങ്ങനെയുള്ള ലെസൺസ് ഒക്കെ പഠിപ്പിച്ചിട്ട് എൻ്റെ ലെസനോടൊക്കെ ഇച്ചിരി രീതി പുലർത്തണമല്ലോ. സൺഡേ സ്കൂൾ അധ്യാപികയുമാണ്. എൻ്റെ ഹസ്ബൻഡിനോട് പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് നിർത്തി ഒന്ന് നോക്കാം. ഹസ്ബൻഡ് ഈസ് വെരി ഹെൽപ്ഫുൾ. അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു.
ഞാൻ പറഞ്ഞു ഈ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ശരിയല്ല നമ്മൾ അങ്ങനെ ഇട്ടേച്ച് പോകുന്നത്. ഉടനെ ഞങ്ങൾ ചെല്ലുന്നുണ്ട് 65 വയസ്സായ ഒരു മനുഷ്യൻ, 10-15 വയസ്സുണ്ടാവും. ആ മനുഷ്യൻ അങ്ങോട്ട് വന്നു. അവിടെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയായിരുന്നു, അത്ര നേരം അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ പുള്ളി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഉടനെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഒന്ന് ഞരങ്ങി. ഇതിനോടിടയ്ക്ക് ഒത്തിരി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞൊരു സമയമാണ്, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആരും തന്നെ വാഹനങ്ങളൊന്നും നിർത്തുന്നില്ല. ഞങ്ങൾ അതിശയിച്ചു ഉറ്റും ഞാൻ പറയുന്നുണ്ട് കൂടെ കൂടെ ആരും ഒരു വണ്ടി പോലും നിർത്തുന്നില്ലല്ലോ. അവസാനം ഒരു ടാക്സി ഡ്രൈവർ വണ്ടി കൊണ്ട് നിർത്തി. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ ഡ്രൈവറും കൂടെ ചേർന്ന് ഈ ആളിനെ ആളുടെ വണ്ടിയിൽ കയറി. ഉടനെ അടുത്തത് നിങ്ങളല്ലേ കണ്ടത് എൻ്റെ ഹസ്ബൻഡിനോട്, നിങ്ങൾ ഈ വണ്ടിയിലോട്ട് കയറാൻ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും പിള്ളേരും ഈ രാത്രിയിൽ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളുടെ കൊച്ചു വണ്ടിയായിരുന്നു കേട്ടോ. അന്നേരം ഇതിനെങ്ങനെ ഞങ്ങളിത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെ കൂടെ വരും. ഞാൻ പറഞ്ഞു നമ്മൾ പുറകെ ചെല്ലാമെന്ന് പറ, പുള്ളി എങ്ങനെയും പോകാൻ പറ, കരിമല ഹോസ്പിറ്റലിലോട്ട് ഏറ്റവും പെട്ടെന്ന് പോകാം. ഇതിനോടിടയ്ക്ക് 2 പയ്യന്മാർ എവിടുന്നോ ഒരു വണ്ടി കൊണ്ട് അവിടെ നിർത്തി ഓടി വന്നിട്ട് എന്നെ ഏതെന്നറിയാമോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇവിടെ അവന്മാരങ്ങ് ഓടിക്കും പോയേ. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ദുഷ്ടബുദ്ധി ആലോചിച്ചോ, ഞാൻ പറഞ്ഞു ഇവന്മാർ ഇടിച്ചിട്ടേച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമ്മൾ സംശയിച്ചു പോകും. അവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്നിട്ട് അവർ പോയേച്ച് ആ വണ്ടി അവിടെ ഒതുക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുക. ആര് പോകും, പോകണോ വേണ്ടായോ, നിങ്ങൾ കയറാം. അത് 2 ആൺപിള്ളേർ, ഒരു 20-22 വയസ്സാണ്. ആ 2 പിള്ളേർ ചാടി വണ്ടിയിലോട്ട് കയറിയിട്ട് വന്നു പെട്ടെന്ന് വണ്ടി വിടാൻ. അതാണ് നിങ്ങളുടെ പ്രത്യേകത, നിങ്ങളുടെ സാധ്യത അതാണ്. എൻ്റെ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്, എന്ത് പറഞ്ഞു, എൻ്റെ വൈഫും പിള്ളേരും ഇവിടെ നിൽക്കട്ടെ. 65 വയസ്സുള്ള അവിടെ കാണാൻ നിന്ന മനുഷ്യൻ എന്തോ ഇത് ചുറ്റുപാടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞങ്ങൾ ഇച്ചിരി ഹെൽപ്പൊക്കെ ചെയ്തു. നിങ്ങൾ ദയാ ഇല്ലാത്തവരാണ് ഞങ്ങളൊന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാൻ മനസ്സുണ്ടായിരുന്നു, പുറകെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ചിലർ ഞങ്ങളോട് വിട്ടുപോകോ നിങ്ങൾ അയച്ചിട്ടോ എന്ന് പറയുന്നു. ആദ്യം നിങ്ങളല്ലേ കണ്ടത്, നിങ്ങൾ അയച്ചിട്ടോ എന്ന് പറയുമെന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു. എങ്കിലും അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ആരാണ്? 2 ചെറുപ്പക്കാരായ ആൺകുട്ടി, യുവാക്കളായ ആ 2 വ്യക്തികളാണ് നമ്മളുടെ വിഷയവും നമ്മളുടെ ബലവും. അതാണ് നമ്മുടെ സാധ്യത, നിങ്ങളുടെ സാധ്യത. നിങ്ങൾ മനസ്സിലാക്കുക, ആ രീതിയിലായിത്തീരുക. വേഗതയുള്ളവർ പ്രവർത്തിക്കുവാൻ വേഗതയുള്ളവരാണ്. എന്ത് പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിന് വേഗതയുള്ളവരാകുക. ഇനി വേറൊന്ന്, നിങ്ങളുടെ ബലം എന്താന്ന് വെച്ചാൽ ആശയരൂപീകരണം. ആശയരൂപീകരണം ഇല്ലേ? ഉണ്ടോ? ഏതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല സ്റ്റൈൽ? താടി. ഹയർ സെക്കൻഡറി അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അധികം കാണേണ്ട വന്നില്ല. കോളേജിലുള്ളവർ കണ്ട് അവർ ഇടപാട് തോന്നുന്നു. വ്യത്യസ്തമായ താടികള്, വ്യത്യസ്തമായ പാൻസുകള് അല്ലേ? ഇപ്പൊ എന്താണ് ഇത് കീറിയത് ഇട്ടോടാണ് നടക്കുന്നത് ചോദിച്ചാൽ ഇപ്പോഴാണ് ഇതാണ് ട്രെൻഡ് ടീച്ചറെ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒന്നും പുറകില്ല, നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയരൂപീകരണം ഇല്ലേ? ഉണ്ടോ? നിങ്ങളുടെ സഭാ ജീവിതം എങ്ങനെയാണോ ഒരു ആശയരൂപീകരണം ഇല്ലേ? നോക്കണം. പോലെ അവിടെ സെൽഫിയോ വല്ലതും ഉണ്ടോ? സെൽഫി എടുക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഇവിടെ നമ്മുടെ ഗോവിന്ദ് സർ അറിയാതെ ആരെങ്കിലും മൊബൈലായിട്ട് എടുപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ, ഞാൻ ആരും ശ്രദ്ധിക്കാതെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അവിടെ ഇരിക്കുന്ന ഇടക്കാലത്തിരിക്കുന്ന ഇടയ്ക്കിരിക്കുന്നവന്മാരുണ്ടോ? അന്നേരം എന്താ നമ്മളെന്താ പറഞ്ഞ, സഭാ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ആശയരൂപീകരണം ഉണ്ടോ? എന്റെ സഭാ ജീവിതം എങ്ങനെയാവണം, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, ആണോ? തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നിർബന്ധം ഉണ്ടാവാം കേട്ടോ. അതിനെപ്പറ്റി സംസാരിക്കേണ്ടാലോ. സന്തോഷത്തോടു കൂടി തറവാട്ടിൽ ഒരു ദിവസം വന്നിരിക്കണമെങ്കിൽ സഭാ ജീവിതത്തെ പറ്റിയും നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെ പറ്റി നിങ്ങൾക്കൊരു ആശയ രൂപീകരണം ഉണ്ടായിട്ടുണ്ട്. അതേത് പ്രായത്തിലാണ് നടക്കുന്നത്? ബാലസമാജത്തിന് പോയപ്പോൾ വീട്ടിൽ നിന്ന് കൃഷി ചെയ്ത് ആ രൂപീകരണത്തെ ആദ്യമേ സഹായിച്ചുവെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ശക്തമായും സഭാ ജീവിതത്തെ പറ്റിയും ക്രൈസ്തവ ജീവിതത്തെ പറ്റി ഒരു ആശയ രൂപീകരണം നടന്നു. അന്നേരം യുവാക്കൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുക്കരുത്, ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. സമ്മതിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാല് ഇതെല്ലാം പറഞ്ഞ പോലെ ഹാർലി ഡേവിഡ്സണും അങ്ങനെയുള്ള പുലിമുരുകനും ഒന്നും അല്ല നമ്മളുടെ കാര്യം. നമ്മൾ ഏതിലായിരിക്കുന്നുവോ എന്തിലായിരിക്കുന്നു അവിടെ എന്തൊക്കെ ഉണ്ടാവണം? ശക്തി കാണിക്കണം. മനസ്സിന്റെ കരുത്തും ബുദ്ധിയുടെ കരുത്തും
ബുദ്ധിയുടെ തെളിമയും കായികക്ഷമതയും ആവശ്യമുള്ളതിന് കാണിക്കുവാനായിട്ട്, പ്രകടിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒന്നാമത്. പിന്നെ എന്തുണ്ടാവണം? നല്ല അറിവ് നേടുവാനായി, ആ അറിവ് നല്ല ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? പ്രവർത്തിക്കുവാൻ നിങ്ങൾ എങ്ങനെയുള്ളവരാകണം? പ്രവർത്തിക്കുവാൻ വേഗതയുള്ളവരാകണം. അതോടൊപ്പം എന്ത് നിങ്ങൾക്ക് നടക്കണം? തീർച്ചയായും നിങ്ങൾക്കൊരു നല്ല ആശയ രൂപീകരണം നടക്കണം. ഇതൊക്കെ ആണെങ്കിലും സമൂഹത്തിന് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്താണ്? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്താ? നമുക്കാണെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൗൺസിലിംഗ് അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ തകർന്നു പോയ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതും വെല്ലുവിളികളെ പറ്റിയല്ലേ കൂടുതലും സമൂഹത്തിൽ നമ്മൾ കേൾക്കാറ്? ആണോ? എപ്പോഴും അങ്ങനെയല്ലേ? ഞാൻ പറയില്ലേ, അപ്പാർട്ട് ഫ്രം ഡോക്ടർ കലാം എല്ലാവരും യുവജനങ്ങളുടെ വെല്ലുവിളികളെ പറ്റിയാണ് പറയുന്നത്. ഡോക്ടർ കലാമിനെ പോലെയുള്ള ചുരുക്കം ചിലർ മാത്രമേ യുവജനങ്ങൾക്കുള്ള ചില ഗുണങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. വെല്ലുവിളികൾ ഉണ്ടോ? സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടോ? മോനെ ജിയോ, എന്തൊക്കെയാണ് വെല്ലുവിളികൾ? അബദ്ധത്തിലൊന്നും പറയാതെ എന്തൊക്കെയാ മോനെ വെല്ലുവിളികൾ ഒന്ന് പറഞ്ഞേ. മക്കളവിടെ ഇരുന്നാട്ടെ. എന്താ മോനെ? തമാശ എനിക്ക് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റും, പക്ഷെ എന്നെ ഓടിച്ചു വിടുന്ന രീതിയിലുള്ള തമാശ പറയല. അത് ഇച്ചിരി പറയാം. അറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴത്തെ ലോകത്ത് യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞേ. നിങ്ങളല്ല, ആരോടൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ആരൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയാ പ്രശ്നം? ഈ കൊച്ചു പിള്ളേരൊന്നും പറയണ്ട. അവര് സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞ് മുരുമുരുവനൊക്കെ വന്നപ്പോ ഏറ്റവും ഹെൽപ്പ് ചെയ്ത് ഇവരായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞാൽ വലിയ മക്കളൊക്കെ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ? ഒരു വെല്ലുവിളി ഇല്ലേ? പിന്നെ സാധനത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് അറിയേ? എന്താ വെല്ലുവിളികൾ? വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളില്ലേ? ഉണ്ടോ? ഇതിൽ 20 വയസ്സിന് മേളിലുള്ളവരൊന്ന് കൈമുക്കിക്കേ. അവരെല്ലാം 30 വയസ്സിന് മേലുള്ളവരെ. 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരൊന്ന് കൈമുക്കിക്കേ. മോനെ നീ കൈമുക്കണ്ടേ? നിങ്ങൾക്ക് ചില സംഘർഷങ്ങളൊക്കെ ഇല്ലേ? ടീച്ചർ അടിച്ചേൽപ്പിക്കുകയല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ്? ആവശ്യത്തോടൊപ്പം സംഘർഷമുള്ള ഒരു പ്രായമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി പറഞ്ഞിട്ട്, ഞാൻ MA ലിറ്ററേച്ചർ കഴിഞ്ഞു, BEd കഴിഞ്ഞു, ബെസലിസ് കോളേജ് 2 വർഷം ഗസ്റ്റ് ലെക്ചറായിരുന്നു. 1980 ദൈവ കൃപയെന്ന് പറയട്ടെ, ഈ 2000 മാർച്ച് ഞാൻ ബെസലിസ് കോളേജിൽ നിന്ന് ഇറങ്ങി. ഒക്ടോബർ 3 ഞാൻ സെന്റ് ബെർണാഡ്സ് ഹയർ സെക്കൻഡറി ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ സെന്റ് ബെർണാഡ്സിലെ ഇംഗ്ലീഷ് ടീച്ചർ ഹയർ സെക്കൻഡറിയിലെ ദൈവ കൃപ ഒന്ന് മാത്രം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജോലി എങ്ങനെ കിട്ടുമെന്നുള്ളതിന്റെ വിഷമം ഞാൻ അനുഭവിച്ചിട്ടില്ല. യുവജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സംഘടന മാനസിക സംഘടനയാണോ, സമ്മർദ്ദമാണോ, ജോലി സമ്പാദനത്തിനായിട്ടുള്ള? തീർച്ചയായിട്ടുമാണ്. കാര്യം എന്റെ ചേട്ടന്റെ മകൻ കഴിഞ്ഞ ദിവസം അവൻ ECC ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, അവര് നോർത്ത് ഇന്ത്യയിലായിരുന്നു. എന്നെ ചാച്ചി, അതായത് അപ്പായുടെ ബ്രദറിന്റെ വൈഫിനെ ചാച്ചിന്നാ പറഞ്ഞു. ചാച്ചി എന്തോ പറയാനാ, ഇവിടെ കഴിക്കാനൊന്നും കിട്ടുന്നില്ല, അവിടെ പോയി ഹോർലിക്സ് ഇട്ട് പാല് കുടിച്ച് ജീവിതം ഇങ്ങനെ പോകുന്നു. ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞതാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ജീവിതം ഇങ്ങനെ പോകുന്നു എന്റെ പൊന്നു മോനെ, 22 വരെ എങ്ങനെ പറയാൻ പറ്റും? ഇനി നിനക്ക് മൈൽസ് ടു ഗോ ബിഫോർ യു പോയെന്ന് അറിയത്തില്ലല്ലേ, ബിഫോർ യു സ്ലീപ്. നീ ഇനി എത്ര കാലം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു? അതിന് വ്യക്തിപരമായി നിങ്ങൾ നേരിടേണ്ട ചില സംഘർഷങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംഘർഷമാണ് ആദ്യത്തത്. അത് കൂടുതൽ കൗമാരക്കാർ അനുഭവിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അമ്മയും അപ്പുറത്തെ ആന്റി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നതിന് ഇടയ്ക്കോട്ട് കയറും. അന്നേരം എന്തോ പറയും? മാറിക്കണം, കൊച്ചു പിള്ളേർക്ക് കേൾക്കാനുള്ളതാണ്. അതാ കിടക്കുന്നു. എന്നാൽ ആ ഇച്ചോട് ചെറിയ അമ്മമാരുടെ ഇടയിലോട്ട് പോകുന്നുണ്ടപ്പോ ചേട്ടൻ എങ്ങോട്ട് പോയി, ചേട്ടന് കളിക്കാനുള്ള ഞങ്ങളുടെ കൂടെ അല്ലെന്ന് പറയും. പിന്നെ നമ്മൾ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. നമ്മുടെ സ്ഥാനം എവിടെ? നമ്മൾ ചിന്തിക്കടോ, അവിടെ ഇല്ല ഇവിടെ ഇല്ല. ത്രിശങ്കു, അതേ ത്രിശങ്കു എന്റെ പൊന്നെ, ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, കോട്ടയം ഭദ്രാസനത്തിലെ പിള്ളേർ ഭയങ്കര ഉടുക്കലാണ് കേട്ടോ, സൂക്ഷിച്ചു കണ്ടോ പോകണമെന്നാണ് പറഞ്ഞത്. കഷ്ടം, എന്നെ ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും, ഒന്നും പറയുന്നില്ല. ത്രിശങ്കു സ്വർഗം.
അവിടെയില്ല ഇവിടെയും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രീതിയാണ് ഈ പ്രായത്തിലുള്ളത്. ആരും 22 വയസ്സൊക്കെ കഴിഞ്ഞവരെ അംഗീകരിക്കുമെങ്കിലും തുടക്കം യൗവനത്തിന്റെ തുടക്കം ഇപ്പൊ എവിടെയാണ്? 12 വയസ്സിലെ തുടങ്ങുക. അതിന്റെ കാരണമൊക്കെ പറയാം. 12 വയസ്സിലെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക്, സംഘടനത്തിലേക്ക് വരുന്നു. എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വം എവിടെയായിരിക്കണം, നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കണം എന്നതിനെ പറ്റി ആദ്യമേ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? സ്വാതന്ത്ര്യം വേണം. ആണോ? സ്വാതന്ത്ര്യം വേണം. അതും അടുത്ത ആള് മുമ്പേ ജോലിക്ക് പോയ ആളുടെ ബ്രദർ വന്ന് പറഞ്ഞു, ചാച്ചി ഞാനേ ഹോസ്റ്റൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ്, ഞാനേ ഹോസ്റ്റലില് സിംഗിൾ റൂമിലാണ്, നന്നായി ഹോസ്റ്റലിലായത്, വീട്ടിലാണ് ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല. ഞാൻ അതിശയിച്ചു പോയി. ദൈവമേ, വീട്ടിൽ ഈ 18കാരന് സ്വാതന്ത്ര്യം ഇല്ലെന്ന് നമുക്കറിയാം. നമുക്കൊരു രസമില്ല വീട്ടിൽ. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലാണെങ്കിൽ ഏടാ നീ പഞ്ചസാര വാങ്ങിക്ക്, അല്ലെങ്കിൽ ആ പണിയാ വന്നോ, എന്തോ അവിടെ നോക്കിക്ക് എന്നൊക്കെ പറയും. ഹോസ്റ്റലാണ് ഇൻഡിപെൻഡന്റ് തിങ്കിങ്. ആ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ ഒന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞേ. ബുദ്ധിശൂന്യരായിട്ടിരിക്കാതെ എന്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു പയ്യോ, അതോ ആധാർ കാർഡോ, പിന്നെ ഒരു മൊബൈല്, മൊബൈല്. ഈ മൊബൈൽ കണ്ടുപിടിച്ചവരെല്ലാം ശരിയാണ്. എന്താ 22കാരെ ആഗ്രഹിക്കുന്നത്? ഒരു 22കാരൻ പറയട്ടെ, മോനെ നിനക്ക് ഇത്ര ആഗ്രഹം ഇപ്പോഴേ ഉണ്ട്. ആ 22കാർക്കൊന്നും ഒരു ആഗ്രഹമില്ല. എന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ജോലി തീർച്ചയായിട്ടും ആഗ്രഹിക്കണം ഇന്ന് മുതൽ കേട്ടോ. 22 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിള്ളേരോടെല്ലാം പറയും, മക്കളെ എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിക്കാൻ. വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ അവർ ഓടിപ്പോയി എംടെക്കിന് എന്നാന്ന് അറിയുന്നത്. നീ ജോലിക്ക് പോയിട്ട് ആ സാഹചര്യത്തിൽ നിനക്ക് എംടെക്കോ MBAയോ വേണമെങ്കിൽ നീ പോ. അല്ലാതെങ്കിൽ നീ ഒരു ജോലി സമ്പാദിച്ച് ആ ജോലി നിന്റെ പ്രാഗൽഭ്യം തെളിയിക്കൂ. പിന്നെ നമ്മളെല്ലാം ചെയ്യേണ്ടത്, നമ്മൾ ഒരു ജോലി സമ്പാദനത്തിനായിട്ട്, സ്വാതന്ത്ര്യത്തിന്റെ ആദ്യപടിയാണ് ജോലി സമ്പാദനത്തിന് ആഗ്രഹിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് ജോലി കിട്ടുന്നില്ല. എന്ത് വരും അന്നേരം? എന്താ നമുക്ക് തോന്നുന്നത്? നിരാശ ഉണ്ടാവുന്നു. ഞാനിപ്പോ വെല്ലുവിളികളെ പറ്റിയാ പറയുന്നത് കേട്ടോ. ഇത്രയും നേരം നിങ്ങൾക്കുള്ള സാധ്യതകളെ പറ്റി പറഞ്ഞെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. ആവേശത്തിനേക്കാൾ അപ്പുറം മാനസിക സമ്മർദ്ദമുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് ജോലി സമ്പാദിക്കാൻ പോകുന്നു, അവിടെ വെല്ലുവിളി ഉണ്ടാവുന്നു. പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ വ്യക്തിപരമായി നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലുത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന പ്രേമബന്ധങ്ങൾ. അത് നിങ്ങളുടെ ഈ പ്രായത്തിലെ വ്യക്തിപരമായ വലിയൊരു പ്രശ്നമാണ്. അതിലേക്ക് കടക്കുന്നില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സമൂഹം നിങ്ങളുടെ മേൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടമാടുന്ന, അങ്ങനെ പറയട്ടെ, പത്രഭാഷ ഉപയോഗിക്കാം. എന്തൊക്കെ പ്രത്യേകതകളാണ് സമൂഹത്തിനുള്ളത്? അഴിമതി, അല്ലേ? അഴിമതി എന്ന് പറയുന്നതിൽ യുവാക്കളും ഭാഗഭാക്കാകുന്നുണ്ടോ? സ്ത്രീ പുരുഷ ഭേദമന്യേ അതിൽ ഉൾപ്പെടുന്നുണ്ടോ? കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അഴിമതി ഏതോ പ്രായമായവരുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്നെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന ആരാണ്? ATM കവർച്ച പ്രാവർത്തികമാക്കിയ യുവാക്കളായ ആരെങ്കിലും ആയിരിക്കും, അല്ലേ? ബാക്ക് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ബോയ്സ് ഒക്കെ വർത്താനം പറയുന്നുണ്ട്. സാരമില്ല, പിന്നെ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അത് ഉണ്ടായിരുന്നത് അത് കേട്ടോ. ഞാൻ മാർഗങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ക്രിയാത്മകമായി പെരുമാറാമെന്നുള്ള ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഴിമതിയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അഴിമതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ആരോ ബുദ്ധിരാക്ഷസന്മാരുടെ മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന ആരാ? യുവാക്കളാണോ? സ്ത്രീ പുരുഷ ഭേദമല്ല. ഇന്നലെയാണ് നിങ്ങളെ കൊച്ചു പിള്ളേരെ എനിക്ക് പറയാൻ എനിച്ചിട്ട് മടിയുണ്ട്. 2 പേരുടെ പടം കണ്ടു. കമിതാക്കൾ വരുമ്പോൾ കൊള്ള നടക്കുക. ഏതോ വീട് കൊള്ളയടിക്കാൻ ഞാൻ ഇതാരാ? ഞാൻ ആന്റി എന്താ പറയുന്നത്, നീസ് ആൻഡ് ഓണ്ട് ആണ്, നെവ്യൂ ആൻഡ് ഓണ്ട് ആണെന്ന് ഓർത്തു. അവര് ആ സ്ത്രീക്കാരിലും വളരെ പ്രായത്തിൽ കുറഞ്ഞൊരു പയ്യനാണ്, ഒരു യുവാവാണ്. അവര് രണ്ടും കൂടി ചേർന്നു വീട് കൊള്ളയടിച്ച്. കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കാരെ വന്ന് പലതും പെറുക്കിയ കൂട്ടത്തിൽ നമുക്ക് പ്രയോജനമൊന്നും പെറുക്കിക്കൊണ്ട് പോയെന്നേ കേട്ടിട്ടുള്ളൂ. ആദ്യമായി
ആദ്യമായിട്ടാണ് സ്ത്രീകൾ ഇങ്ങനെ വന്ന് കവർച്ച നടത്തിയെന്ന് ഞാൻ കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ അതിശയിച്ചു പോയി. അഴിമതി അതുപോലെ രാഷ്ട്രീയ രംഗത്ത് എവിടെ ഉണ്ടായാലും അതിൽ ആർക്കാണ് അത് നടപ്പാക്കുന്നത്? ആരാണ്? യുവാക്കളാണ്. അതിന്റെ കാരണം എന്താ? എന്തിനാ നിങ്ങളല്ല ഈ അഴിമതിക്കൊക്കെ എന്തിനാ പോകുന്നത്? പണം വേണം, പണം മാത്രം മതി എന്നുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രമാണ് ജീവിത ലക്ഷ്യം. ഏറ്റവും കൂടുതൽ അതുള്ള യുവാക്കൾക്കാണ് കേട്ടോ. എല്ലാവരും നിങ്ങൾ അവിടെ ഓർക്കേണ്ടത്, ആ വെല്ലുവിളി അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഓർക്കണം, ലക്ഷ്യവും മാർഗവും ഒരുപോലെ സംശുദ്ധമാകണം. പരിശുദ്ധന്മാരായ മാതൃകൾ, അവരുടെ മാതൃകകളെ പുണ്യപിതാക്കന്മാരുടെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹാന്മാരുടെ മാതൃകകളായിരിക്കണം നമുക്ക് ഉള്ളത്. അങ്ങനെ ആ വെല്ലുവിളിയെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു വെല്ലുവിളി എന്താണ്? അമിതമായ ആഡംബര ഭ്രമം ഉണ്ടോ? എന്തൊക്കെ ആഡംബര ഭ്രമങ്ങളാണ് ഉള്ളത്? അതെ മോനെ, എന്തോനെ? മൊബൈൽ വാങ്ങിക്കണം, ബൈക്ക് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു ബൈക്കല്ലേ ഇഷ്ടല്ലേ? 16 ലക്ഷം അത്ര വേണം. 6 ലക്ഷത്തിന് തുടങ്ങുന്നുണ്ട്, എന്നാലും ഇഷ്ടം അല്ലേ? നല്ല പവറുള്ള ഒരു ബൈക്ക് ഒന്നുമല്ല, നമുക്ക് ഏറ്റവും നല്ല സാധാരണ ബൈക്കല്ലേ നമുക്ക് വാങ്ങിക്കണം. നല്ല കാറ് വാങ്ങിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, പറ്റുന്നിടത്തോളം ഇവിടെ പോയാലും നല്ല ഫുഡ് കഴിക്കണം. ആണല്ലോ? അത് നിങ്ങളുടെ തെറ്റല്ല കേട്ടോ. നിങ്ങൾ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ സാഹചര്യത്തിനും നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നോ അതിനനുസരിച്ചുള്ള ആഡംബരഭ്രമമൊക്കെ മതി. അതിനപ്പുറത്തോട് ആഡംബരഭ്രമമുള്ളവർക്ക് എന്താ പറ്റുന്നത്? 10ാം ക്ലാസ് പാസ്സാകാൻ നേരം അവൻ പറയുന്ന അവൻ എന്തോ വേണമെന്നറിയാവോ? ഏറ്റവും കൂടുതൽ ആപ്സ് ഉള്ള ഫോൺ വേണമെന്ന്. കോഴിക്കോട്ട് 2 വർഷം മുമ്പ് ഞാൻ പിള്ളേരെ കൊണ്ട് യൂത്ത് ഫെസ്റ്റിവൽ പോയി. അവനെ കൊണ്ട് പോയപ്പോൾ അവന്മാരെ ടീച്ചറിന്റെ മൊബൈലല്ല, എൻ്റെ മൊബൈൽ കണ്ടപ്പോഴേ അവന്മാർക്ക് എന്നാ ഉച്ചമായിരുന്നു എന്നറിയാം. എന്നോട് പോയി വരുന്നവരെ മഹാ ഉച്ചമായിരുന്നു എന്നോട്. എൻ്റെ മൊബൈൽ കണ്ടതാ കാര്യം. എന്നെ സംബന്ധിച്ച് ഇതിനെന്താ പ്രയോജനം? അത്യാവശ്യം അങ്ങനത്തെ ചില പ്രയോജനങ്ങളുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്ത്, ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്ത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ പ്രയോജനകരമാണെങ്കിലും എനിക്കിഷ്ടം ഈ ബൈബിള് വായിക്കാൻ, എനിക്കിഷ്ടം കഷ്ടപ്പെട്ട് എൻ്റെ ഡിക്ഷണറി തിരിച്ചു നോക്കാനാണ്. ഞാൻ വളരെ പഴഞ്ചനായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇച്ചിലൂടെ ഒന്ന് സ്മാർട്ട് ആവാം കേട്ടോ. എങ്കിലും എന്തിനാണ് അമിതമായ ആഡംബര ഭ്രമമുണ്ട്? നമ്മൾ ജീവിക്കുന്ന ഏത് സമൂഹത്തിലാണ്? സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടുന്ന, പത്രം വിറ്റ് ഉപരിപഠനം നടത്തിയ ഡോക്ടർ കലാമിനെ പറ്റിയുള്ള പോലെയുള്ള ആൾക്കാർ ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ടായിരുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കേറ്ററിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഉണ്ട്. എന്തിനാ അവൻ കേറ്ററിങ്ങിന് പോകുന്നത്? എന്തിനാ? പീസ് അടിക്കാനാണോ? അല്ലെങ്കിൽ പെങ്ങ കെട്ടിച്ചു വിടാനാണോ? അതോ വീട്ടിലെന്തെങ്കിലും കൊണ്ട് കൊടുക്കാനാണോ? ഒന്നുമല്ല. ഇത്ര കയ്യിലൊന്നാത്ത ഫോൺ കൊണ്ട് നടക്കാനോ? ഇങ്ങനെ ഒരു ആഡംബര ഭ്രമം ഒരിക്കലും ഉണ്ടാവാനേ പാടില്ല. ഈ ആഡംബരം തീർച്ചയായിട്ടും നമുക്ക്, അതാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, മതിവരായികയുടെ ഒരു സമൂഹവും യൗവനവും. അങ്ങനെ പൊതി തീരുന്നില്ല. ഈ മൊബൈലല്ല, അടുത്ത മൊബൈൽ വേണം. കുറെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ, അമിതമായ ആഡംബര ഭ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി വേറൊന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. നിങ്ങൾ ആർക്കും ഒന്നും ഉണ്ടാവില്ല. ഞാൻ എനിക്ക് ഉറപ്പായിട്ട് പറയാമല്ലോ. അത് ഉള്ളവരുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കോളേജുകളിലും ഒക്കെ ഉണ്ടാവാം. യൗവനം 12 വയസ്സിൽ ആരംഭിക്കുന്നു. 12 വയസ്സിൽ മദ്യപാനം ആരംഭിച്ച് 14 വയസ്സിൽ മുക്കുടിയനായി മാറിയ അനേകം യുവാക്കളുണ്ട്. അവരെ അതിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ തന്നെ കാണുകയുണ്ടായി. അവരെ അതിൽ നിന്ന് തിരികെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് വിഷമോ? അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, തിന്മയ്ക്ക് എതിരായി നിന്ന് മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആരുടെ മക്കളാണ് നിങ്ങൾ? ആരുടെ മക്കളാ? രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിലേറി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മക്കളാണ്. ആ ക്രിസ്തുവായിരിക്കണം നിങ്ങളുടെ ലഹരി. ആരായിരിക്കണം നിങ്ങളുടെ ലഹരി? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായിരിക്കണം നിങ്ങളുടെ ലഹരി. ലഹരി പദാർത്ഥങ്ങളോട് ഗുഡ് ബൈ പറയേണ്ട കാലമായി. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ ആരോഗ്യത്തെയും ഇല്ലാതാക്കി നിങ്ങളെ വൃദ്ധരാക്കി മാറ്റുന്നതിന് യാതൊരു സംശയമില്ല. ഇനി 1-2 വെല്ലുവിളികളുടെ ഉണ്ട്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ നിർവചനങ്ങൾ
വിവേചനങ്ങളില്ലാത്ത സൗഹൃദം, അമിതമായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയയുടെ അമിതമായ ഉപയോഗം, പിന്നെ മത തീവ്രവാദം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കുറെ എന്താ പറയുന്നത് കഴുതരായ കുറെ ആൾക്കാരുടെ ഇടപാടുകളാണോ? അല്ല. നമ്മൾ ഇവിടെ കണ്ടു എന്ത് IS എന്താണ്? ബുദ്ധിയുള്ള, മാന്യതയുള്ള, നല്ല ജോലിയും വിദ്യാഭ്യാസവും ഉള്ളവര് ഒരു ദിവസം കാണാതെ ആവുന്നവരെ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. എങ്ങനെയുള്ളവരാണ് മത തീവ്രവാദത്തിന് പോകുന്നത്? എങ്ങനെയുള്ളവരാ? മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജീവിക്കുവാനായി പഠിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി സ്വന്തം മതത്തിനെ ബഹുമാനിക്കാത്തവരും സ്നേഹിക്കാത്തവരും സ്വന്തം മതത്തിന്റെ പഠനത്തിലൂടെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാത്തവരുമാണ് ഇതിനായിട്ട് പോകുന്നത്. നിങ്ങൾ സൺഡേ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് ഇത്തരം മതങ്ങളെ പറ്റി. എന്ത് കാര്യത്തിനാ? മതങ്ങൾ ശ്രേഷ്ഠമാണ്. നമ്മളുടെ മതങ്ങളെ പോലെ അതിനെ സ്നേഹിക്കുകയും മറ്റുള്ളതിനെ ബഹുമാനിക്കുകയും ചെയ്യണം. മത തീവ്രവാദത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കും. സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയയെ പറ്റി പറഞ്ഞോട്ടെ. മൊബൈൽ, ഇന്റർനെറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ? എപ്പോഴും 12 ആണോ 5 മിനിറ്റ് നെറ്റ്വർക്കിംഗ് മീഡിയയെ പറ്റി പറയുമ്പോൾ അത് ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. ഭാവിയിൽ നിങ്ങളുടെ ചില ഗ്രൂപ്പുകൾക്കായിരിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടും. യാതൊരു സംശയവും. KR മീരയ്ക്കൊക്കെ അവാർഡ് കിട്ടിയെങ്കിൽ നിങ്ങൾ അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്ന ചില ചെറുകഥകളുടെ സമാഹാരങ്ങൾക്കൊക്കെ ഭാവിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടും. ആ ലെവലിൽ വന്നു. വാട്സാപ്പിൽ വരുന്ന ഷോർട്ട് സ്റ്റോറികളും അതിനകത്തെ ജോക്സിനൊക്കെ അതിന് പ്രത്യേക അവാർഡുകളൊക്കെ ഏർപ്പെടുത്തി. ഇനി കണ്ടോണം. അങ്ങനെ ആ അവസ്ഥയിലേക്ക് വന്നു. അതോടെ നിൽക്കട്ടെ, പ്രയോജനങ്ങൾ ധാരാളമുണ്ട്. അവിടെ നിങ്ങളെ ഏറ്റവും അധികം വലയ്ക്കുന്നത് എന്താണെന്ന് അറിയാം? അവിടെ നിങ്ങൾ കാണുവാൻ സാധ്യതയുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളുമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ലൈംഗിക ധാരണ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിനെ വികലമാകും. തീർച്ചയായും നമ്മുടെ മനസ്സ് എന്തിനെ പറ്റി ചിന്തിക്കുന്നു അത് മാത്രമേ നാം പ്രവർത്തിക്കുകയുള്ളൂ, നമ്മുടെ മൊഴിയുകയുള്ളൂ. അതിൽ നിന്ന് തീർച്ചയായും അകന്നു നിൽക്കുവാനായി നമുക്ക് സാധിക്കണം. നിർവചനങ്ങളില്ലാത്ത അനേക സൗഹൃദങ്ങൾ ചാറ്റിങ്ങിലൂടെ ഉണ്ടാവുന്നുണ്ടോ? പണ്ട് നിങ്ങളുടെ ഗോവിന്ദ് സാറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. നാട്ടിലെ കളികളിലിരുന്നു ഞങ്ങളൊക്കെ ട്യൂഷന് പോയിട്ട് ഞങ്ങളുടെ കൂട്ടുകാരോട് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് വീട്ടിൽ പോയി. ഇവിടെ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും വിളിക്കുക ആണല്ലോ. യാതൊരു നിർവചനവും ഇല്ല. ഈ ഒരു എന്താ പറയുക സൗഹൃദങ്ങൾക്ക് നിർവചനങ്ങളില്ല. ദൂരെ ഇരിക്കുന്ന ആരുമായോ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്നുള്ളതും കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കാത്തതിനും വലിയ സ്നേഹമില്ല എന്നുള്ള ആ ക്രിസ്തുവിന്റെ വചനം എല്ലാം ഇല്ലാതെയാകുന്നു. അതോടൊപ്പം അരുതാത്ത പ്രേമ ബന്ധങ്ങളിലേക്ക് ചെന്നു ചേരുന്നത് യൗവനക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കുമ്പോൾ നിങ്ങളുടെ കപ്പൽ യാത്ര, നിങ്ങളുടെ കപ്പൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിന് 3 അറിവുകൾ വേണം. ഒന്നാമതായി വേണ്ടത് ക്രിസ്തുവിനെ പറ്റി, രക്ഷകനായ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവാണ്. മറ്റ് ഒരു 5 more minutes കേട്ടോ. ക്രിസ്തുവിനെ പറ്റി പറയാതെ ഒന്നും പൂർണ്ണമാകുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് വേണം, നിങ്ങളെ പറ്റിയുള്ള അറിവ് വേണം. നിങ്ങൾ എന്തായിരിക്കണം അത് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവരെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനെ പറ്റി പറയുമ്പോൾ അതാണ് നിങ്ങളോട് കയ്യിൽ വേദപുസ്തകം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാം എന്ന് കരുതിയായിരുന്നു. വേദപുസ്തകം ഇല്ലാത്ത സാഹചര്യത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നു. അത് തന്നെയാണ് ഒരു യൗവനക്കാരനെ ഏറ്റവും അധികം വേണ്ടത്. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുവാൻ, പ്രാർത്ഥിക്കുവാനും വിശുദ്ധ വചനം പഠിക്കുവാനും നിങ്ങൾ തയ്യാറാവണം. അങ്ങനെയെങ്കിൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ വളരെ വിലപ്പെട്ടതെന്ന് തോന്നും. അതിന് അടിസ്ഥാനമായ ഒരു വാക്യം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിന്റെ നിന്ന് വരുന്നു. അതിൽ ഏറ്റവും വലിയ ദാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെയധികം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ദൈവിക ബോധത്തിലൂടെയാണ്. ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ നന്മ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എങ്കിൽ അതോടൊപ്പം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരണം എന്നുള്ളതിന്റെ അടുത്തതായ ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾക്ക് എല്ലാം പരിചിതമായ ഒരു വാക്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം
നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. യൗവനക്കാരാ, നീ അമിതമായ ആഡംബരത്തിലേക്ക് പോകുമ്പോൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട എന്താണ്? നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പിന്നെ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനേക ഗുണങ്ങൾ ഉണ്ടായി, അനേകം ഫലങ്ങൾ ലഭിക്കും. ആ അവസരത്തിൽ സ്വയം അഭിമാനം കൊള്ളുവാനല്ല. പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരണം. എങ്കിലും ഞാനായിരിക്കുന്നത് ദൈവ കൃപയാലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മ സംഭവിച്ചാലും ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുന്നവരായി ഈ പ്രായത്തിലെ മാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെയും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമുള്ളവരായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ചിലർക്കൊക്കെ കഴിവുകൾ കുറവാണല്ലോ. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ നമ്മോട് പറയുന്നു, 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ആകുന്നു. കഴിവുകളുടെ പരിമിതി ഉണ്ടാവാം. സാധ്യതകളെ പറ്റി പറഞ്ഞപ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നിക്കാണും പ്രവർത്തിക്കാൻ വേഗത കുറവാണ്, ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അല്ല, തിരിച്ചു ചിന്തിക്കുക, എന്നെ ശക്തനാക്കുവാൻ കഴിയുന്നവൻ എന്റെ കൂടെയുണ്ട്, ഞാൻ സകലത്തിനും മതിയായ ആകുന്നു. ഇങ്ങനെയൊക്കെ എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരുടെ കബറിലാണ് ആയിരിക്കുന്നത്? ഭാഗ്യസ്മരണാർത്ഥനായ യുവാനസ് തിരുമേനിയുടെ കബറിൽ അല്ലെ? തിരുമേനി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഓർത്തഡോക്സിലെ ഏറ്റവും വലിയ വക്താവായിരുന്നു. എന്താണ് പഠിപ്പിച്ച പ്രാർത്ഥന? യേശുനാമ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് നിങ്ങളുടെ പ്രോഗ്രാം നോട്ടീസ് കണ്ടു ഞാൻ. ഹൃദയ പ്രാർത്ഥന, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ. സഭയുടെ യാമ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് നിഷ്ഠയുള്ളവരായിരിക്കണം. ഒപ്പം എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലുന്നവരുമായിരിക്കണം. തിരുവചനം പഠിക്കുവാനായി സാധിക്കണം. അപ്പോൾ യൗവനത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. യു വിൽ ബി യുണീക്, യു മസ്റ്റ് ബി യുണീക്. നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ബഹുമാനിക്കുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യണം. നിങ്ങളെ ചതിക്കുവാനായി പതിയിരിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വ്യക്തികളായി സമൂഹത്തിൽ നിലകൊള്ളുവാനും യൗവനത്തിലെ ഞാൻ പറഞ്ഞല്ലോ സാധ്യതകളെ കണ്ടെത്തി വെല്ലുവിളികളെ ഒഴിവാക്കി, കപ്പൽ ഛേദങ്ങൾ ഒഴിവാക്കി, തുറമുഖങ്ങളെ കണ്ട് ഒറ്റപ്പെട്ട ദ്വീപുകളെ മനസ്സിലാക്കി അവരെ സഹായിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കോട്ടയം ഭദ്രാസനത്തിലെ യുവജനങ്ങളായ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.